ഹലോ കൂട്ടുകാരെ, ഇന്ന് നമുക്ക് നല്ല പച്ച മാങ്ങ കിട്ടിയിട്ടുണ്ട്. അത് വെച്ചിട്ട് നമുക്ക് നല്ലൊരു അച്ചാർ ഉണ്ടാക്കിയെടുക്കാം. അതിനാവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കിയാലോ. ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില, നല്ല കാന്താരി മുളകും കിട്ടിയിട്ടുണ്ട്. അത് നമ്മളിങ്ങനെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. കാന്താരി മുളക് രണ്ടായിട്ട് ഇങ്ങനെ ചീന്തിയിട്ടിട്ടാണ്. ഇനിയൊരു ചട്ടി അടുപ്പത്ത് വെച്ചതിലേക്ക് കുറച്ച് കടുകും ഉലുവയും കൂടെ നന്നായിട്ട് വറുത്തെടുക്കണം. നമ്മൾ അച്ചാർ പൊടിക്ക് പകരമായിട്ട് ചേർക്കുന്നതാണ്. നന്നായിട്ട് വറുത്തിട്ട് നന്നായി പൊടിച്ചെടുക്കണം. നമ്മളിപ്പോൾ അടുത്ത് ചേച്ചീൻ്റെ വീട്ടിൽ പോയപ്പോൾ അവിടെ നല്ല പച്ച മാങ്ങയുണ്ട്. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് പറിച്ചെടുത്തതാണ്. നമ്മൾ മാങ്ങ പറിച്ച് അപ്പം തന്നെ നമ്മൾ അച്ചാറിടണം. ഇങ്ങനെ വാടിപ്പോയാൽ അച്ചാറൊന്നും ടേസ്റ്റ് ഉണ്ടാവില്ല. കടുകും ഉലുവയും നന്നായിട്ട് വറുത്ത് വരണം. വേറെ ചട്ടി എടുത്തിട്ട് വെച്ചതിലേക്ക് നമ്മൾ നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കണം. വേറെ ഓയിലൊന്നും ചേർത്ത് കൊടുക്കരുത്, നല്ലെണ്ണ തന്നെ ചേർത്ത് കൊടുക്കണം. എണ്ണ നന്നായിട്ട് തിളച്ച് വരണം. കുറച്ചെണ്ണ കൂടുതൽ ഒഴിച്ചു കൊടുക്കണം, അല്ലെങ്കിൽ അച്ചാർ വേഗം പൂത്തു പോകും. അതിന് നല്ലെണ്ണ നന്നായിട്ട് ഒഴിച്ചു കൊടുത്താൽ അച്ചാർ കുറേ കാലം പൂക്കാതെ നിൽക്കും. എണ്ണ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കണം. നമ്മൾ കടുക് പൊടിക്കുന്നത് കൊണ്ട് കുറച്ച് കടുക് ചേർത്ത് കൊടുത്താൽ മതി. കടുക് നന്നായിട്ട് പൊട്ടി കഴിയുമ്പോൾ അതിലേക്ക് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കണം. വെളുത്തുള്ളിയും കറിവേപ്പിലയും, ഇഞ്ചി, കാന്താരി മുളക് എല്ലാം കൂടെ നന്നായിട്ട് നന്നായി മൂത്ത് ഒരു മൊരിഞ്ഞൊരു പരുവായി വരണം. ഇപ്പം മാങ്ങയും ചക്കയൊക്കെ ഇഷ്ടംപോലെ കിട്ടുന്ന സമയമായതുകൊണ്ട് നമ്മൾ മഴക്കാലത്തൊക്കെ ഉപയോഗിക്കാനായിട്ട് കുറച്ച് അധികം അച്ചാറൊക്കെ ഉണ്ടാക്കി സൂക്ഷിച്ച് വെക്കും. കുറച്ച് നല്ലെണ്ണ മേലെ ഇങ്ങനെ ഒഴിച്ചു കൊടുത്താൽ അച്ചാറൊക്കെ മഴക്കാലം കഴിയുന്ന വരെ പൂക്കാതെ നിൽക്കും. ഇനി കടുകും ഉലുവയും കൂടി നമ്മൾ വറുത്ത് വെച്ചില്ലേ, നന്നായിട്ട് പൊടിച്ചെടുക്കണം. നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇഞ്ചി വെളുത്തുള്ളിയായിട്ട് മൊരിഞ്ഞ് വരുന്നുണ്ട്. ഒന്ന് വാടി കഴിയുമ്പോൾ നമ്മൾ പൊടികൾ ചേർത്ത് കൊടുക്കരുത്, നന്നായിട്ട് മൊരിഞ്ഞ് വരണം. ഉണ്ടാക്കുന്നതിനിടയിൽ മീൻ നല്ല കളിയാണ്. എല്ലാം നന്നായിട്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് എരിവനുസരിച്ചിട്ട് നമ്മളിടുന്ന കാന്താരീൻ്റെ ഒക്കെ എരിവനുസരിച്ചിട്ട് മുളക് പൊടി ചേർത്ത് കൊടുക്കുക. കുറച്ച് കായപ്പൊടി ചേർത്ത് കൊടുത്താൽ മതി, കായപ്പൊടി കൂടിപ്പോയരുത്. ഈ കായപ്പൊടി മുളക് പൊടി നന്നായിട്ടൊന്ന് മൂത്ത് വരുന്നത് വരെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നമ്മളിതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കണ്ട. പൊടികളൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യണം. പൊടിയൊക്കെ നന്നായി മൂത്ത് കഴിഞ്ഞാൽ നമ്മൾ സ്റ്റവ് ഓഫ് ചെയ്ത് വെക്കണേ. മാങ്ങ നമ്മൾ ഒരു 2-3 മണിക്കൂർ അരിഞ്ഞ് കല്ലുപ്പിട്ട് വെച്ചതാണ്. അപ്പോൾ മാങ്ങയിൽ നിന്നൊക്കെ ആവശ്യത്തിന് അച്ചാറിനുള്ള വെള്ളമൊക്കെ നന്നായിട്ട് ഇറങ്ങി വന്നിട്ടുണ്ടാവും. മാങ്ങ നമ്മൾ വേവിച്ചെടുക്കരുത്. നമ്മൾ ഈ വറവാക്കിയ സാധനങ്ങളിലേക്ക് നമ്മളൊന്ന് തണുത്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ മാങ്ങ ഇട്ട് കൊടുക്കണ്ട. ചൂടോട് കൂടിയിട്ട് മാങ്ങ ഇട്ട് കൊടുക്കരുത്. മാങ്ങ വെന്ത് കഴിഞ്ഞാൽ അച്ചാർ ഇങ്ങനെ ഒരു വെന്ത പോലെ ആയി പോവും. ഒരു കടിക്കാനൊക്കെ ഇങ്ങനെ നല്ലൊരു ഉറപ്പുള്ളത് പോലെ കിട്ടണമെങ്കിൽ ഇങ്ങനെ തണുത്തതിന് ശേഷം മാത്രം മാങ്ങ ഇട്ട് കൊടുക്കണം.
ഇനി നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം. നമ്മുടെ നല്ലെണ്ണയും മുളകും എല്ലാം സ്ഥലത്ത് എത്തുന്ന പോലെ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം. നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ച ഉലുവയും കടുകിൻ്റെയും പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. നമ്മൾ അച്ചാർ പൊടിക്ക് പകരമായിട്ട് ചേർത്ത് കൊടുക്കണം. നല്ല മണവും അച്ചാറിന് നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇങ്ങനെ കായപ്പൊടി ഇതിൽ ചേർക്കുന്നതുകൊണ്ട് നമ്മൾ അച്ചാർ പൊടി ചേർക്കേണ്ട ആവശ്യമില്ല. നമ്മൾ പെട്ടെന്ന് ഉപയോഗിച്ച് തീർക്കുന്ന അച്ചാറാണെങ്കിൽ ഒരാഴ്ചയ്ക്ക് വെക്കുന്ന അച്ചാറാണെങ്കിൽ നമ്മളിലേക്ക് വിനാഗിരി ചേർത്ത് കൊടുക്കണ്ട. നമ്മൾ കുറച്ച് മാങ്ങ അധികം ഉള്ളതുകൊണ്ട് കുറച്ച് ദിവസം ഇരിക്കുന്നതുകൊണ്ട് നമ്മൾ കുറച്ച് വിനാഗിരി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ചേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. പെട്ടെന്ന് എടുക്കുന്ന അച്ചാർ വിനാഗിരി ചേർക്കില്ലെങ്കിൽ നാശമായി പോവുകയും ചെയ്യില്ല. ഇനി വിനാഗിരിൻ്റെ പുളിയൊക്കെ എല്ലാ സ്ഥലത്തേക്ക് എത്തുന്ന പോലെ നന്നായിട്ട് ഇറക്കി കൊടുക്കണം. എല്ലാ സ്ഥലത്തേക്കും എണ്ണയും കാന്താരിമുളകിൻ്റെ എരിവും എല്ലാ സ്ഥലത്തും മാങ്ങയിലേക്ക് നന്നായിട്ട് കയറുന്ന പോലെ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ട് നമ്മൾ അച്ചാർ എപ്പോഴും ഇട്ട് വെക്കുമ്പോൾ ചില്ലിൻ്റെ ബോട്ടിൽ വേണം ഉപയോഗിക്കാനായിട്ട്. പ്ലാസ്റ്റിക്കിലൊന്നും ഇട്ട് വെക്കരുത്. നന്നായിട്ട് കഴുകി ഉണങ്ങിയ ഒരു ചില്ലിൻ്റെ ബോട്ടിൽ വേണം ഉപയോഗിക്കാനായിട്ട്. ഇതവിടെ അച്ചാറെല്ലാം മാങ്ങയിലേക്കെല്ലാം നല്ല എരിവും എല്ലാം കയറിയിട്ടുണ്ട്. ഉപ്പും എല്ലാം പാകമാണ്. നമ്മൾ പിന്നെ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ല. കല്ലുപ്പ് ഇട്ട് കൊടുത്തത് കൊണ്ട് ആവശ്യത്തിനുള്ള ഉപ്പെല്ലാം അച്ചാർ തന്നെ ഉണ്ട്. നമ്മൾ അച്ചാർ ഇതവിടെ റെഡി ആയിട്ടുണ്ടെങ്കിൽ നമുക്കിത് ഒരു ചില്ലിൻ്റെ ഒരു ബോട്ടിലേക്ക് മാറ്റാം. നമ്മൾ അച്ചാറിട്ട് വെക്കുന്ന ബോട്ടിലിൽ വെള്ളത്തിൻ്റെ ഒരു അംശം പോലും ഉണ്ടാകാൻ പാടില്ല. നമ്മൾ ഇട്ട് വെക്കുമ്പോൾ ഉപയോഗിക്കുന്ന പിന്നെ കയ്യിലും ഒന്നും വെള്ളം ഉണ്ടാകാൻ പാടില്ല. വെള്ളം ഉണ്ടെങ്കിലാണ് അച്ചാറിൽ വേഗം പൂപ്പൽ വരിക. എപ്പോഴും അച്ചാർ എടുക്കുമ്പോൾ നമ്മൾ വെള്ളമൊന്നും ഇല്ലാത്തൊരു സ്പൂണ് വേണം ഉപയോഗിക്കാനായിട്ട്. അച്ചാറെല്ലാം ബോട്ടിലേക്ക് മാറ്റാം. അത് അച്ചാറൊക്കെ ഏകദേശം ബോട്ടിലേക്ക് നിറച്ച് കഴിയാറായി. ഇതൊരു അത്യാവശ്യം ഒരു വലിപ്പമുള്ളൊരു ബോട്ടിലാണ്. അതിൽ നിറയാൻ കുറച്ചേ ബാക്കിയുള്ളൂ. ബാക്കിയെല്ലാം അത്യാവശ്യത്തിന് മാങ്ങാച്ചാർ ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മൾ അച്ചാറായി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് നല്ലെണ്ണ നന്നായിട്ട് തിളപ്പിച്ചിട്ട് ഈ അച്ചാറിൻ്റെ മേലെ ഒഴിച്ചു കൊടുക്കണം. അത് നമ്മൾ അച്ചാർ പെട്ടെന്ന് പൂപ്പൽ മേലെ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. നന്നായിട്ട് നല്ലെണ്ണ തിളച്ച് തണുത്തതിന് ശേഷം മാത്രം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ഒഴിച്ചിട്ട് ഇങ്ങനെ ഒന്ന് അമർത്തി കൊടുക്കണം. നമ്മൾ നല്ലൊരു അടിപൊളി മാങ്ങാച്ചാർ അവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനൽ ഷെയറും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ. എല്ലാ മാങ്ങക്കാലമൊക്കെ അല്ലേ ഇപ്പോൾ എല്ലാവരും ഇതേപോലെ മാങ്ങാച്ചാർ ഉണ്ടാക്കിയിട്ട് എങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞൊന്ന് കമൻറ്റ് ഇടണേ. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെ കാണാം.